മരം മുറിക്കാൻ വേണ്ടി വന്നേ. മരോ? ഏത് മരോ? വീടിന്റെ പുറകിലേക്കുന്ന ആഞ്ഞിൽ മരമില്ലേ, ഇന്നലെ നമ്മളൊന്ന് അഡ്വാൻസ് തന്നിട്ട് പോയില്ലേ? അത് മുറിച്ചോട് പോയല്ലോ. മുറിച്ചോണ്ട് പോയോ? ആര്? തടിമില്ലേട് ഷംസുദ്ദീൻ. ഏത് ഷംസുദ്ദീൻ? തടിമില്ലേട് ഷംസുദ്ദീൻ എന്റെ ഭാര്യ പുഷ്പയുടെ അക്കൗണ്ടിൽ 65,000 വിട്ടു. അതനുസരിച്ച് ഞാൻ മുറിച്ചോട് പോകാൻ പറഞ്ഞു. ഒരുമാതിരി മറ്റേ വർത്താനം പറയാം. 15,000 രൂപ പിള്ളേർ അഡ്വാൻസ് എന്നെ അടിച്ചിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്ന മരമില്ലെന്നാ. ആര് എണ്ണി വാങ്ങിച്ചു? മറ്റേ സാറേ. മറ്റേ സാറോ? ഇവിടെ ഒരു സാറേ ഉള്ളൂ. നിങ്ങൾ ഒരുമാതിരി ആളിനെ കളിയാക്കല്ലേ, ഞങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങളുടെ സ്വഭാവം മാറി എനിക്കെന്താ? ഞാൻ നിങ്ങളിന്റെ പണം വാങ്ങിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് ഞാൻ മരം തരാതെ വാക്ക് തന്നിട്ടുമില്ല. നിങ്ങളെ വീടിന്റെ മുമ്പിൽ വെച്ച് അഡ്വാൻസ് മേടിച്ച് മരം മുറിച്ചോളാൻ പറഞ്ഞിട്ട് ഇപ്പൊ മരം മുറിക്കാൻ വന്നപ്പോഴത്തേക്ക് അയാൾ അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ഒരാൾ നിങ്ങളെ കോമ്പൗണ്ടിൽ കയറി പൈസ മേടിക്കില്ലല്ലോ. അയാളെ വിളിക്കും. ഇവിടെ അങ്ങനെ ഒരാളില്ല. അതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇത് നടക്കുന്ന കേസൊന്നുമല്ല. അതാണ് പോലീസ് വരട്ടെ. പോലീസിനെ വിളിക്കാം. പോലീസിനെ ഞാൻ ഇങ്ങോട്ട് വരുത്താം. വിളിക്കും. പോലീസ് എങ്ങനെ പിടിച്ച എന്റെ അപ്പച്ചനാണ് സത്യം, ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല, ആത്മഹത്യ ചെയ്യും. ഇടയ്ക്ക് എന്താണ് പറയുന്നത്? വലിയ വലിയ രാഷ്ട്രീയക്കാര് കോടികളുടെ കേസായിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ഓരോ ഭാര്യമാരൊക്കെ ആത്മഹത്യ ചെയ്യാണ്. അത് കോടികളുടെ കാര്യമാണ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ കാര്യം. അത് അവര് മേടിച്ചു വെക്കണത് തന്നെ വലിയൊരു അലങ്കാരമായിട്ട് അവര് കാണുന്നത്. ഇതേമാതിരിയാണ് 10,000 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു 10,000-15,000 ഉറുപ്പിക ഉണ്ടെങ്കിലേ വീടുകളുടെ ഒരു മാന്യത ഉണ്ട്. ഇന്നല്ലേ ഒരുമാതിരി നാറ്റക്കാസായി പോയി. വാസേട്ടാ, നിങ്ങൾ സമാധാനപ്പെടുത്താണ്ട് എഴുതിയിൽ എണ്ണ വെച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ട് വെറുതെ നിങ്ങൾ അതും ഇതും പറയാതെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ആ പുഷ്പയുടെ വിരൽത്തുമ്പിലാണ് SI. അവളെങ്ങാനും അയാളെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കിടത്തൂല. പറയാനായിട്ട് ഇത് ആരും ഏൽപ്പിച്ചോന്നല്ലോ. നീ നിന്റെ അവിടെ തരികട കാണിച്ചാലേ അത് വെറുതെ നിന്നവന്റെ അടുത്ത് കൊണ്ടുവന്ന് കാശ് തന്നാ പിന്നെ ഞാനെന്ത് ചെയ്യും? അത് ശരി, അതെടുക്കണില്ല. ഇതിപ്പോ എന്താ ചെയ്യാൻ പോണേ? പരികുട്ടിയെ, ഞാനൊരു ഐഡിയ പറയട്ടെ. വാസേട്ടൻ നിങ്ങൾ വെറുതെ ഐഡിയ പറയാൻ നിൽക്കണ്ടേ. വാസേട്ടൻ ഐഡിയ എടുക്കാൻ നിൽക്കണ്ട, അവസാനം തല്ലും പിടിയൊക്കെ ആയിപ്പോ. അല്ല, നിനക്ക് എന്താണ്? അല്ല, എന്താ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നത് ഞാൻ പറഞ്ഞു. ഇതുപോലെ ചൂടാകും. എന്താണ് ഐഡിയ? അത് പറയും. അല്ല, ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ കയറിയിട്ട് പിന്നെ കാണാൻ വർത്താനം പറയുന്നത്. അതായത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ജോസു, അല്ലേ? അപ്പൊ ഓനൊരു തട്ടുകേട് വരുമ്പോ നമ്മൾ ഇടാൻ പാടില്ല, നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. അതൊക്കെ ശരിയാണ്. നമ്മൾ ഉണ്ടാക്കണ പോലത്തെ കാര്യമല്ലോ ഉണ്ടാക്കി വെക്കണേ, അതല്ലേ? അതെ, നിങ്ങളെ കൊണ്ട് വല്ലതും നടക്കും, അല്ലെ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അല്ല, ഞാൻ പോയിക്കൊന്നോ. അല്ല, പിന്നെ ഒരു കാര്യം വന്ന് പറയുന്നത് മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എന്തിനാ? കുറ്റപ്പെടുത്താൻ പറ്റില്ലത്, കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ. അല്ല, അങ്ങനെ വിഷയല്ലേ? അതെ, ഞാൻ കാര്യം മറ്റേ ഇജ്ജുണ്ടാക്കിയ കാര്യം തന്നെയല്ലേ അത്, അല്ലേ? അപ്പൊ പരികുട്ടിയെ, നമുക്ക് ജോസൂട്ടിനെ ഒറ്റയ്ക്ക് വിടണ്ട. നമുക്ക് 3 പേര് കൂടി നേരിട്ടിട്ട് പോവാ, എന്നിട്ട് കാര്യം പറയാ. ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, നമുക്ക് 3 പേർക്കും കൂടി അബദ്ധത്തിൽ ഇങ്ങനെ ഒരു സംഗതി പറ്റിപ്പോയതാണെന്ന് പറയാ. അതെ, അത്ര സിമ്പിൾ ആണ് കാര്യം. എങ്ങനെ സിമ്പിൾ ആവണേ? പനക്ക് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാണോ അങ്ങനെ ആവല്ലേ? അല്ല, അങ്ങനെ സിമ്പിൾ ആക്കി എടുക്കാന്ന് പറഞ്ഞാണ്. നല്ല സിമ്പിൾ കാര്യം തന്നെ. 3 ആൾക്ക് ഒരുമിച്ച് അങ്ങ് ജയിലിൽ കിടക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ കിട്ടും. പിന്നെ നിങ്ങൾ ജയിലിൽ പോയിന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. അന്നിട്ട് പോയി ആത്മഹത്യ ചെയ്യും. വാസനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഐഡിയ പറയണ്ടാന്ന്. നേരത്തെ ഒരാത്മഹത്യ ആയിരുന്നു, ഇപ്പൊ 2 ആൾ ആത്മഹത്യ. എന്താണ് നിനക്കേത്? അല്ല, അതെ, ഇത് ഈ തർക്കത്തിലേക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോ ഇങ്ങനെ നമ്മള് 3 ആളും കൂടിയിട്ടൊന്ന് പറഞ്ഞുണ്ടാക്കണ്ട. അതിനായിട്ട് നല്ലത് നമ്മള് നമ്മൾ 2 ആളും ചെന്നിട്ട് ഈ കാര്യമായിട്ട് ചെന്നിട്ട് നമ്മൾ ചോദിക്കുക, എന്താണ് സുഗുണ അടുത്ത പരിപാടി, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണ്ടെന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അപ്പൊ സുഗുണ ഇങ്ങട് കാര്യങ്ങൾ പറയാലോ. അത് പറയുമ്പോ നമ്മൾ അപ്പൊ കേൾക്കണ പോലെ കേട്ടിട്ട് അത് ശരി, അങ്ങനെയല്ല, എന്നാ പിന്നെ പോട്ടെ, കാര്യമില്ല, അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ 10,000 ഉറുപ്പിക തിരിച്ചു കൊടുത്ത് തടി ഇങ്ങോട്ട് പോകാം. എന്ത് മണ്ടത്തരോ പറഞ്ഞു. അതിനാ ഇവിടെ ആഞ്ഞിലി ഉണ്ടായിട്ട് വേണ്ടി അത് വെട്ടി കണ്ണി കണ്ടവര് കൊണ്ടുപോയില്ലേ? ആഞ്ഞിലി അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മളറിഞ്ഞിട്ടില്ല. പത്രത്തിൽ കൊടുത്തൊന്നുമില്ലല്ലോ ആഞ്ഞിലി കുറിച്ച കാര്യോ. കുറവുകൂടെ ഉള്ളൂ. ലാസ്റ്റിന് ഫോട്ടോ തകയും പത്രത്തിൽ വരണം, നാട്ടുകാർ അറിയണം, നാണക്കേടാവണം. പിന്നെ ഞങ്ങൾ 3 കൂടി അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. പിന്നെ നിങ്ങളെന്തിപ്പോ ഈ ആത്മഹത്യയിൽ പിടിച്ചു നിങ്ങളെ 3 പെണ്ണുങ്ങളോ? നീ എന്റെ ചങ്കി കുത്തറ വർത്താനം പറയല്ലേ ജെസി? പിന്നെ അമ്മാതിരി കാണിച്ചു വെച്ചേക്കുന്നേ. അതെ, സുട്ടിയത്ത് നടക്കുമോ ഞാൻ പറഞ്ഞത്? അത് നടക്കും. ഒരു കാര്യം ചെയ്യും, ആ പൈസ എടുത്താൽ കൊടുക്കും. 10,000 എടുക്കും. എന്താ ആലോചിക്കണേ? ഇല്ല, അങ്ങോട്ട് കാട്ടിക്കോ. നമ്മളില്ല, എത്ര 10 10 തന്നത് മതി. കുറവുണ്ട്, അത് 8 ഉള്ളൂ. അത് മനസ്സിലായി. 2,000 കുറവെന്ന് പറഞ്ഞേ അത് ചെലവാക്കി.
എന്തോന്ന് ഇന്നലെ അരിയും സാധനവും മറ്റേ എയറും ഗിയറും ഇതൊക്കെ മേടിച്ചോണ്ട് വന്നില്ലേ ബീഫൊക്കെ അത് അതിന്ന് 2000 രൂപ എടുത്തിട്ടാണ്. കർത്താവേ, ആ സാധനങ്ങൾ മേടിച്ച് ഇതിന്ന് പൈസ എടുത്തിട്ടാണോ? അതിന്ന് പൈസ എടുത്തിട്ടാണ് മേടിച്ചത് 2000 രൂപ. ആ ഭക്ഷണം നമുക്ക് ദഹിക്കത്തില്ല കേട്ടോ. പിന്നെ എത്ര കാലൊക്കെ ദഹിച്ചത് പിന്നെ എങ്ങനെയാണ്? ഇന്നലെ മാത്രമാണ് അതിൽ നിന്ന് എടുത്ത് മേടിച്ചത്. ബാക്കിയൊക്കെ അവള് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്. എനിക്ക് അത് വെനകെട്ട അല്ല ഇത് കാശ്. ഇനിയിപ്പോ ഈ കാശ് അവിടെ കൊണ്ടുപോയി ദഹിപ്പിക്കണെങ്കിലേ 2000 രൂപ കുറവുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനൊക്കെ കൈ നിർത്തോ ആര് ഇന്നെ പോയി.